സന്തോഷത്തോടെ കരമുയർത്തുന്ന ഹല്ലേലൂയ പറയാമോ? ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. ഈ വെള്ളിയാഴ്ച സന്ധ്യങ്കൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അനേകർക്ക് ഈ ഒരു സൗഭാഗ്യം ലഭിക്കാതെ, ആഗ്രഹിച്ചിട്ടും അതിനവസരങ്ങൾ ലഭിക്കാതെ നിരാശയോടെ തെരുക്കോണിലും ഭവനത്തിലും ഹോസ്പിറ്റലുമൊക്കെ ആയിരിക്കുമ്പോൾ ഈ സന്ധ്യയുടെ യാമം നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കിട്ടിയ ആ മഹാഭാഗ്യം അത് മുഴുലോകത്തെക്കാൾ വലിയതാണെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിയോടെയും സ്തോത്രത്തോടെയും ആരാധന നമുക്കായിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൽ കാണുന്നത്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് കർത്താവിൽ നിന്ന് കേൾക്കുവാനും പ്രാപിക്കുവാനും വേണ്ടി അനേക ജനാവലി യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടുക പതിവായിരുന്നു. എന്നാൽ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഒരിക്കലും ഒരു വ്യക്തിയെപ്പോലും എൻ്റെ നാവിൽ നിന്ന് കേൾക്കുന്ന വചനം ശ്രദ്ധിപ്പാൻ വരുവിൻ എന്ന് പറഞ്ഞില്ല. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പല വ്യക്തികളിലൂടെ ദേശം മുഴുവനും വ്യാപരിച്ചു. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ താൻ കടൽക്കരയിലൂടെ നടന്നു പോകുമ്പോൾ മീൻ പിടിച്ച് ക്ഷീണിതരായി തങ്ങളുടെ വല നുകർത്തുകൊണ്ടിരിക്കുന്നവരും ചുങ്കം പിരിച്ചുകൊണ്ട് പട്ടണങ്ങളിൽ മറ്റുള്ളവർക്ക് തലവേദനയായിരിക്കുന്നവരും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേദനയായി മാറിക്കൊണ്ടിരുന്നവരും സമൂഹം തിരസ്കരിക്കപ്പെട്ടവരും അവരെയൊക്കെ കണ്ടപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരുവിൻ. സ്തോത്രം. യേശു വിളിച്ചപ്പോൾ അവർ മറുത്തൊരു വാക്ക് പോലും പറയാതെ യേശുവിൻ്റെ പിന്നാലെ അവർ കൂടിയത് ആ വാക്കിനകത്ത് ഒരു വലിയ ദൈവിക മർമ്മം വെളിപ്പെട്ട് കിടക്കുന്നു എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. ഇന്നുവരെയും തങ്ങളെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. സ്തോത്രം. അതിരാത്രിയിൽ രാത്രിയുടെ യാമങ്ങളിൽ കടലിലേക്ക് വള്ളവും വലയുമായി പോകുന്നവൻ അതിപ്രഭാതത്തിൽ കടന്നു വരുമ്പോൾ കൊണ്ടുവരുന്ന മീൻ വാങ്ങി അതിൻ്റെ വില കൊടുത്ത് ആ മീൻ പിടിച്ചവരെ പോലും ശ്രദ്ധിക്കാതെ മടങ്ങിപ്പോയിട്ടുള്ള ഒരു കൂട്ടം ജനത്തെ അവർ കണ്ടിട്ടുള്ളൂ. അവരാരും ഇവരുടെ ക്ഷേമം അന്വേഷിക്കുവാനോ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണെന്ന് ചോദിക്കാനോ തയ്യാറായില്ല. അവരുടെ വേദനകൾ അവർ ഉള്ളിൽ ഒതുക്കി തങ്ങളുടെ ഉപജീവന മാർഗത്തിൻ്റെ ഭാരവും പേറി അവർ യാത്ര ചെയ്യുമ്പോൾ ആരും അവരെ സഹായിപ്പാനില്ല എന്ന് കണ്ട് അവർ നിരാശരായി വലനൂർത്തുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വരുവിൻ, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കി ഞാൻ മാറ്റാം. സ്തോത്രം. അത്ഭുതമെന്നവണ്ണം അവർ കേട്ട വാക്കിൻ്റെ മുൻപിൽ അവർ ഒട്ടും മറുതലിച്ചു നിൽക്കാതെ അവർ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. ഈ 12 ശിഷ്യന്മാരും
യേശുവും കൂടി ആ ഗലീല പട്ടണം മുഴുവനും യെരുശലേം പട്ടണം മുഴുവനും നടക്കുന്നത് കണ്ടപ്പോൾ എന്തൊക്കെയോ ഇവരിൽ ഒരു അത്ഭുതമുണ്ട്, അതുകൊണ്ടാണ് ഈ മുക്കുവന്മാർ ഇവൻ്റെ കൂടെ നടക്കുന്നത്, അതെന്താണെന്ന് കാണാം എന്ന് ചിന്തിച്ച് അവിടെ ഉണ്ടായിരുന്ന ന്യായശാസ്ത്രിമാരും പ്രമാണിമാരും പുരോഹിതന്മാരും ഒക്കെ ഒന്ന് ശ്രമിച്ചു. അവർക്ക് മനസ്സിലായി ഈ യേശു ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇവന് പിന്നാലെ ഇത്രയും ജനം അനുഗമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന അന്തസത്ത എന്താകും എന്നവർ അന്വേഷിക്കാൻ തുടങ്ങി. സ്തോത്രം. അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കരയുന്നവൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നു, രോഗത്തിന് സൗഖ്യം പകർന്നു കൊടുക്കുന്നു. സ്തോത്രം. അന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഗലീല നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന കണ്ടപ്പോൾ ജനമെല്ലാം അവൻ്റെ പിന്നാലെ കൂടി. മാത്രമല്ല, വിശന്നിരിക്കുന്നവർക്ക് വയറു നിറച്ച് ആഹാരം കൊടുക്കുന്നു. സ്തോത്രം. വീണ് കിടക്കുന്നവനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. ഒരു പുതിയ അനുഭവം ഇസ്രായേൽ നാടിൽ മുഴുവനും സംസാര വിഷയമായി മാറി. ഈ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. തൻ്റെ ചുറ്റും കൂടിയിരുന്നവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. യേശു പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. സ്തോത്രം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സ്തോത്രം. രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുക, അതൊക്കെ ഇസ്രായേൽ നാട്ടിൽ പുതിയ അനുഭവമായിരുന്നു. കുറേ പേർ അത് അംഗീകരിച്ചു, കുറച്ചു പേർ അതിനെ വിദ്വേഷിച്ചു. സ്തോത്രം. അതിൻ്റെ കാരണം ഇല്ലാത്തവർ അത് കേട്ടപ്പോൾ അതിനുവേണ്ടി ആഗ്രഹിച്ചു, ഉള്ളവർ അത് കേട്ടപ്പോൾ യേശുവിനോട് അസൂയ തോന്നി. ഇക്കാലഘട്ടത്തിലും ഇങ്ങനെ രണ്ടു കൂട്ടം ജനമുണ്ട്. ഒന്ന്, സ്തോത്രം, വാങ്ങാൻ നിൽക്കുന്നവർ, മറ്റൊന്ന് കൊടുക്കാൻ നിൽക്കുന്നവർ. കൊടുക്കുന്നവന് കൊടുത്തുകൊണ്ടിരിക്കും, വാങ്ങിക്കുന്നവന് വാങ്ങിച്ചുകൊണ്ടും ഇരിക്കും. എന്നാൽ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നതെന്നോ എന്തിനു വേണ്ടിയാണ് വാങ്ങുന്നതെന്നോ പലപ്പോഴും പലരും ഓർക്കാറില്ല. എന്നാൽ എൻ്റെ കർത്താവ് ആർക്ക് എന്തു കൊടുത്താലും അതിനൊരു കണക്കുണ്ട്. സ്തോത്രം. ആ കണക്ക് സ്വർഗത്തിലെ കർത്താവ് കുറിച്ചിടുന്നുമുണ്ട്. എന്നാൽ മനുഷ്യനോ അത് കുറിച്ചിടുകയോ അത് ഓർക്കുകയോ ചെയ്യുന്നില്ല. ഇന്ന് രാത്രികാലം തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമായി പറയുന്നത്, മനുഷ്യൻ ദൈവത്തെ അനുഗമിപ്പാൻ മടിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. സ്തോത്രം. അപ്പോൾ ഭൂമിയിൽ ജീവിതം കഷ്ടം ഏറിയ നിമിഷങ്ങളായപ്പോൾ കർത്താവ് പറയുക, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. അത് കേട്ടപ്പോൾ ഒരുവിധപ്പെട്ടവർക്കെല്ലാവർക്കും സന്തോഷമായി, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്കും പോകാമല്ലോ. സ്തോത്രം. ആ ഒരു ചിന്ത അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ തുടങ്ങി. പക്ഷേ അടുത്തവർ എല്ലാം യേശു പറയുന്ന വാക്ക് കേട്ട് ആശ്ചര്യപ്പെട്ടു. ഈ ജ്ഞാനം ഇവന് എവിടുന്ന് കിട്ടി എന്നൊരു ചിന്ത ഒരു വിഭാഗം ആൾക്കാർക്ക്. ഇതൊരു അസാധ്യമായ ജ്ഞാനമാണല്ലോ എന്നോർത്ത് ഒരു വിഭാഗക്കാർ തങ്ങളുടെ ലാഭം പോയിപ്പോകുമല്ലോ എന്നോർത്ത് യേശുവിനെ ദ്വേഷിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവിനെ ആര് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് അവനെൻ്റെ രക്ഷിതാവും കർത്താവുമെന്ന് പറഞ്ഞ് സ്വീകരിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ അവനും അവൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു സുവിശേഷം പലപ്പോഴും നാം കേൾക്കാറില്ല. മിക്ക ആൾക്കാരും പ്രസംഗിക്കാറില്ല. അവരെല്ലാം പ്രസംഗിക്കുന്നത് യേശുവിനെ ആരാധിക്കാൻ വന്നാൽ, യേശുവിനെ ഉയർത്തിയാൽ, ഹല്ലേലൂയ പറഞ്ഞാൽ, മുഴങ്കാല് മടക്കി പ്രാർത്ഥിച്ചാൽ, കൺവെൻഷന് പോയാൽ
കാറ് കിട്ടും, വീട് കിട്ടും, സ്തോത്രം, മക്കളെ കെട്ടിക്കാം, അതുപോലെ തന്നെ വസ്തു വാങ്ങാം, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും പദവികളും കിട്ടും. സ്തോത്രം. ഇന്ന് മിക്ക മനുഷ്യരും സുവിശേഷം കേൾക്കുവാൻ പോകുന്നതും പള്ളിയിൽ പോകുന്നതും സ്തോത്രം ദൈവത്തെ ആരാധിക്കാനല്ല, പിന്നെയോ കാറ് വാങ്ങാനും വീട് വാങ്ങാനും കൊച്ചുങ്ങളെ കെട്ടിക്കാനും ജോലി സമ്പാദിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? കാറ് കിട്ടും, വീട് കിട്ടും, കൊച്ചുങ്ങളെ കെട്ടിക്കാൻ കാശ് കിട്ടും, സ്തോത്രം. പക്ഷേ ഇത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടത്തില്ല. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയാമെങ്കിൽ പറ. സ്തോത്രം. ദൈവത്തിന് ഹിതമല്ലാത്തത് നേടാൻ നീ പോയാൽ അതൊക്കെ ഒരു പക്ഷേ നിനക്ക് കിട്ടിയെന്നിരിക്കും. പക്ഷെ അത് കിട്ടുന്നതിൻ്റെ പുറകെ നിന്റെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ കർത്താവാണ് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഈ കാറും ചോദിക്കേണ്ട, വീടും ചോദിക്കേണ്ട, വണ്ടിയും ചോദിക്കേണ്ട. തക്ക സമയത്ത് കർത്താവ് നിനക്ക് തരും. നീ മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്താൽ മാത്രം മതി. യേശു കർത്താവ് ലോകത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ലെന്ന്. സ്തോത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇന്ന് ലോകത്തെ നാം എടുത്ത് പഠിക്കുമ്പോൾ പല നേതാക്കന്മാരും, പല മത സാമുദായിക സംഘടനാ നേതാക്കന്മാരും ഒക്കെ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾക്കൊരു നല്ല പ്രഭാതമുണ്ടാകും, നാളെ നല്ലൊരു സൂര്യോദയമുണ്ടാകും, നാളെ ഞങ്ങൾ ഇവിടെ റോഡെല്ലാം ടാറിട്ടിട്ട് ഞങ്ങൾ റോഡിൽ കൂടെ പ്ലെയിൻ ഓടിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മെ മോഹിപ്പിച്ച് നമ്മളെ കൊണ്ട് അവർ പല കാര്യങ്ങളും നേടി. സ്തോത്രം. എന്നാൽ ആ മോഹം ബാക്കി നിന്നല്ലാതെ അവർ പറഞ്ഞതൊന്നും സാഫല്യമായില്ല. സ്തോത്രം. മനുഷ്യർ പലപ്പോഴും ഇങ്ങനെയാണ്, പറയുന്നത് ചെയ്യത്തില്ല, ചെയ്യുന്നത് പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവ് പറയുന്നത് ചെയ്യുന്നവനാണ്. സ്തോത്രം. എൻ്റെ കർത്താവ് പറഞ്ഞാൽ അത് ചെയ്യും. ചെയ്യാത്ത കാര്യം എൻ്റെ കർത്താവ് പറയത്തില്ല. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, നാം നോക്കുന്നത് യേശുവിനെയാണോ? നാം നോക്കുന്നത് ദൈവമഹത്വം കാണാനാണോ? നാം ആഗ്രഹിക്കുന്നത് ദൈവത്തോടു കൂടെ നടക്കാനാണോ? അങ്ങനെയെങ്കിൽ നീ വലിയ കോടീശ്വരനായില്ലെങ്കിലും ഒരു മഹാരോഗത്തിന് അടിമയായി നീ തകർന്നു പോകത്തില്ല. നിൻ്റെ കുഞ്ഞുങ്ങൾ നാനാവിധമായി പോകത്തില്ല. സമൂഹത്തിൽ നിനക്കൊരു മെച്ചപ്പെട്ട പേരില്ലെങ്കിലും സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിനക്കൊരു പേരുണ്ടാകും. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. സ്തോത്രം. അത്ഭുതങ്ങൾ കൂടുന്തോറും ജനാവലി യേശുവിൻ്റെ പിന്നാലെ കൂടാൻ തുടങ്ങി. സ്തോത്രം. എന്നാൽ ജനാവലിയെ നോക്കിയല്ല യേശു കർത്താവ് ശുശ്രൂഷിച്ചത്, സർവശക്തനായ ദൈവത്തെ നോക്കിയ. സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് ദാനമായി കൊടുക്കുന്നത്. അപ്പം ദൈവത്തിൽ നിന്ന് ലഭിക്കാത്തത് നാം എന്ത് പറയും? ശേഖരിച്ച് വെക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കൊടുക്കുവാൻ നീ ആഗ്രഹിച്ചാൽ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അവൻ നിന്നെ നിറയ്ക്കും. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, മാനുഷിക ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയൊന്ന് തിരിച്ചറിഞ്ഞ് അതുപ്രകാരം ദൈവവചന പ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ, ഇന്നൊരു പക്ഷേ പട്ടിണിയാണെങ്കിലും, ഇന്നൊരു പക്ഷേ ദാരിദ്ര്യമാണെങ്കിലും, ഇന്നൊരു പക്ഷേ നിന്റെ വീടിനകത്ത് തീ പുകയുന്നില്ലെങ്കിലും, കുഞ്ഞെ നീ പേടിക്കണ്ട. സർവശക്തൻ നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് നീ വിശ്വസിക്ക്. നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്ന നനയ്ക്കുന്നതിലും ഉപരിയായി അവനെ ഉയർത്തി മാനിക്കുന്ന നാളുകളധികം വിദൂരമല്ലെന്ന് വിശ്വസിക്ക്. സാമ്പത്തികമായി നീ തകർന്നിട്ടുണ്ടായിരിക്കും, മാനുഷികമായി നീ തകർന്നിട്ടുണ്ടായിരിക്കും, രോഗം നിന്നെ കടന്നു പിടിച്ച് നീ വല്ലാത്ത കഷ്ടത്തോടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. എന്നാൽ ഇതൊന്നും അറിയാതെയല്ല എൻ്റെ കർത്താവ് ഇരിക്കുന്നത്. നീ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറ, കർത്താവേ, ഈ കഷ്ടത്തിൽ നിന്ന്, ഈ കണ്ണുനീരിൽ നിന്ന്, ഈ ദുഃഖത്തിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ അങ്ങയ്ക്ക് കഴിയും. നീ എന്നെ ശക്തീകരിക്കണമേ, നീ എന്നെ സഹായിക്കണമേ, വേഗം ഇറങ്ങി വന്ന് എന്നെ ഈ പ്രതിസന്ധി വിടുവിക്കണമെന്ന് നീ ഹൃദയനുറുക്കത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി നീ ഒന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ, അല്പകാലത്തെ കഷ്ടം കഴിഞ്ഞ് ശ്രേഷ്ഠകരമായ സന്തോഷത്തിലേക്ക് നീ നടന്നെടുക്കുന്നതിന് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അന്ന് നിന്നെ കുറ്റം പറയുന്നവരും, അന്ന് നിന്നെ പരിഹസിക്കുന്നവരും മാറ്റി നിർത്തുന്നവരും അവരുടെ നാവ് കൊണ്ട് തന്നെ പറയും, ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. സ്തോത്രം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി സ്തോത്രം ഗന്നസരത്ത് തടാകത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. സ്തോത്രം. നോക്ക്, ആ തടാകത്തിലൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. വളരെ ശാന്തമാണ്. പക്ഷേ ആ ശാന്തതയുടെ നടുവിൽ യേശു വന്നപ്പോൾ ആ ശാന്തത മാറി
പ്രതികൂലമായി. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ലോകം ശാന്തമായി ഒഴുകുക സ്തോത്രം. പക്ഷേ അതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങും, പിശാചളവാൻ തുടങ്ങും സ്തോത്രം. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചത്. നോക്ക്, സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു. ഗെനസരത്ത് തടാകത്തിൽ അവർ പടകിറക്കി, അവർ യാത്ര തുടങ്ങി സ്തോത്രം. അവിടെ വചനം കാണുന്നത് ഇങ്ങനെയാണ്: പകലക്കാലത്തെ ശുശ്രൂഷയുടെ ക്ഷീണം കൊണ്ട് കർത്താവ് അമരത്ത് കിടന്ന് ഒന്ന് മയങ്ങി സ്തോത്രം. യേശു കർത്താവ് ആ പടകിൻ്റെ അമരത്ത് കിടന്നൊന്ന് മയങ്ങി സ്തോത്രം. നല്ലത് സ്തോത്രം. ക്ഷീണം കൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നു സ്തോത്രം, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഉറങ്ങിപ്പോയത് സ്തോത്രം? യേശു ഉറങ്ങിയതല്ല, പിന്നെയോ യേശുവിനെ ഉറക്കിയതാ സ്തോത്രം. യേശു ഉറങ്ങിയതല്ല, യേശുവിനെ ഉറക്കിയതാ. ആര്? സ്തോത്രം. കാറ്റും കടലും സ്തോത്രം. തങ്ങളെ സൃഷ്ടിച്ച തങ്ങളുടെ സൃഷ്ടിതാവ് തങ്ങളുടെ വിരിമാറിലെത്തിയപ്പോൾ അവർക്ക് സന്തോഷമായി സ്തോത്രം. നോക്ക്, ആ പടകിനകത്ത് സൃഷ്ടിതാവ് കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ തിരമാലകൾക്ക് സന്തോഷം. അവ തുള്ളാൻ തുടങ്ങി സ്തോത്രം. തിരമാലകൾ തുള്ളാൻ തുടങ്ങി. ഞങ്ങളുടെ ഉടയവൻ ഇതാ ഞങ്ങളുടെ വിരിമാറിൽ കിടക്കുന്നു. കാറ്റിന് സന്തോഷം തോന്നി. ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ അരുമനാഥൻ ഇതാ പടകിൻ്റെ അമരത്ത് കിടക്കുന്നു സ്തോത്രം. ഇങ്ങനെ കാറ്റിങ്ങനെ ശാന്തമായി കർത്താവിൽ മേലടിച്ചു. തിര ഇങ്ങനെ ശാന്തമായി ഉയരുവാനും താഴുവാനും തുടങ്ങി. പക്ഷേ ജഡീകരായ മനുഷ്യനത് കണ്ടപ്പോൾ ഭയപ്പെട്ടു സ്തോത്രം. കൊച്ചു തിരകളെ അവൻ്റെ കണ്ണിന് വലുതായി തോന്നി. ചെറിയ കാറ്റിനെ അവൻ്റെ കണ്ണിന് വലുതായി തോന്നി. അവന് തോന്നി, ഇപ്പോൾ ഞങ്ങളുടെ പടക് തിരക്കകത്ത് മുങ്ങിപ്പോകും, ഈ കാറ്റ് ഞങ്ങളെ ഇതിനകത്ത് മുക്കിക്കളയും സ്തോത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, കാറ്റും കോളും തിരമാലകളും നിൻ്റെ ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചാലും ആ നല്ല അമരക്കാരൻ നിൻ്റെ പടകിനകത്തുണ്ടെങ്കിൽ നിൻ്റെ പടക് മുങ്ങിപ്പോകത്തില്ല. നീ എത്തേണ്ടെന്ന മറുകരയ്ക്ക് എത്തിക്കും സമയം വരെയും കാറ്റിനോ കടലിനോ നിന്നെ മുക്കിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ നീ ലോകത്തിലേക്ക് നോക്കി, നീ കാറ്റിനെ നോക്കി, നീ കടലിനെ നോക്കി, നീ ദൈവത്തെ നോക്കിയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ ഇരിക്കുന്നത്, നീ ഓർത്തില്ല. ദൈവമാണ് നിൻ്റെ കൂടെ വരുന്നതെന്ന്, നിന്നെ സൃഷ്ടിച്ചവനാണ് നിൻ്റെ പടകിനകത്തുള്ളതെന്ന് നീ ഓർത്തില്ല. നീ ഭയപ്പെട്ടു സ്തോത്രം. എന്നാൽ കർത്താവ് പറയുന്നത്, ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ സ്തോത്രം. കാറ്റിൻ്റെ ഗതി അറിയാം ഈ പടകിലിരിക്കുന്നവർക്ക്. കടലിൻ്റെ തിരമാലയുടെ ഊക്കറിയാം. ആ പലപ്പോഴും ആ കാറ്റും തിരമാലയും ഒക്കെ അതിജീവിച്ച് മീൻ പിടിച്ച പത്രോസും യോഹന്നാനും അന്ത്രയോസും ഒക്കെ ഈ പടകിനകത്തിരിക്കുന്നത്. എന്നിട്ടെന്തേ അവർ ഭയപ്പെട്ടു സ്തോത്രം. എൻ്റെ കർത്താവ് സുഖമായിട്ടുറങ്ങുക സ്തോത്രം. നോക്ക്, ആ കാറ്റടിച്ചപ്പോൾ ആ നല്ല ഉറങ്ങി. ആ തിര ഇങ്ങനെ പൊങ്ങിയപ്പോൾ സ്തോത്രം, ആ പടകിനകത്തൊരു താരാട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത് സ്തോത്രം. യേശു കർത്താവ് അതുകൊണ്ടായിരിക്കും ആ ഓളത്തിനകത്ത് ഇങ്ങനെ കടന്ന് ഉറങ്ങിയത് സ്തോത്രം. പക്ഷേ കൂടെ ഇരുന്നവന് താരാട്ടാന്നല്ല തോന്നിയത്, കൂടെ ഇരുന്നവന് കൊടുങ്കാറ്റെന്നാണ് തോന്നിയത്, കൂടെ ഇരുന്നവന് തലയ്ക്ക് മീതെ വരുന്ന തിരമാല എന്നാണ് തോന്നിയത്. കാരണം അവൻ്റെ വിശ്വാസം എവിടെയായിരുന്നു? കാറ്റിലും കടലിലുമായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകും. ഹേ മനുഷ്യ, നീ നോക്കുന്നത് ലോകത്തെയാ സ്തോത്രം, നീ ദൈവത്തെ നോക്കാറില്ല. ഒരു രോഗം വരുമ്പോൾ സ്തോത്രം, ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സ്തോത്രം, നിന്റെ കൂടപ്പിറപ്പ് നിന്നെ ഇട്ടേച്ചു പോകുമ്പോൾ സ്തോത്രം, നിന്റെ അമ്മച്ചി നിന്നെ കുറ്റം പറയുമ്പോൾ, നിന്റെ അപ്പൻ നിന്നെ വഴക്ക് പറയുമ്പോൾ നീ നോക്കുന്നത് അവരെയാ. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ഇവരൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ കൂടെ ദൈവം ഇല്ലാത്തതുകൊണ്ടാ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും നിന്നെ സ്നേഹിക്കും, നിന്നെ ചേർത്ത് പിടിക്കും, നിന്നെ ശ്രേഷ്ഠനെന്ന് എണ്ണുകയും ചെയ്യും. നിന്റെ അകത്ത് ദൈവമില്ല, നീ പുറത്ത് ദൈവമഹത്വം കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, കാറ്റും തിരമാലയും പടകും മുങ്ങുമാറടിച്ചു സ്തോത്രം. എന്നിട്ട് മുങ്ങിയോ? എന്താ മുങ്ങാഞ്ഞത്? എന്തുകൊണ്ടാണ് അത്രയും വലിയ തിരമാല അടിച്ചിട്ടും അത്രയും വലിയ കാറ്റടിച്ചിട്ടും ആ പടക് മുങ്ങാഞ്ഞത് സ്തോത്രം? ശിഷ്യന്മാർ എന്തുകൊണ്ട് ആ തിരമാലയെ തെറിച്ച് കടലിൽ പോയില്ല? മണ്ടനായ മനുഷ്യ, പൊട്ടനായ മനുഷ്യ, നീ തിരിച്ചറിയണം നിന്റെ കൂടെയുള്ളവൻ ആരാണെന്ന് സ്തോത്രം.
എൻ്റെ യേശു കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സ്തോത്രം, നിൻ്റെ പടക് മുങ്ങത്തില്ല. നീ ഒരു കാറ്റിലും പെട്ട് തകർന്നു പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. പക്ഷെ നിൻ്റെ വിശ്വാസം ദൈവത്തിലായിരുന്നില്ല. സ്തോത്രം, നിന്റെ വിശ്വാസം കർത്താവ് പറഞ്ഞ വചനത്തിലായിരുന്നില്ല. നീ നോക്കിയത് ലോകത്തെയാ. ലോകത്തെ നോക്കുന്നവനെല്ലാം വീഴും. സ്തോത്രം, ഒരുപക്ഷെ കുറച്ചു കാലത്തേക്ക് നിലനിൽക്കും. സ്തോത്രം, ലോകത്തിൽ നേടുന്നതും കുറച്ചു കാലം നിലനിൽക്കും. അത് കഴിയുമ്പം അതെല്ലാം നീ ഇട്ടേച്ചു പോകും, വിട്ടേച്ചു പോകും. എന്നാൽ ദൈവം തരുന്ന നിത്യജീവനുണ്ടല്ലോ, അത് നിന്നെ വിട്ടേച്ച് പോകത്തില്ല. സ്തോത്രം, അത് നിത്യതയോളം നിന്നെ കൊണ്ടെത്തിക്കും. നോക്ക്, ഈ രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, പടക് മുങ്ങുമാറ് തിരമാലകൾ കയറുമ്പോഴും ഒന്നും അറിയാതെ പടകിനകത്ത് കിടക്കുന്ന യേശുവിനെ തട്ടി ഉണർത്തിയിട്ട് പറയും, നാഥാ, ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലയോ? സ്തോത്രം, അങ്ങനെയല്ലേ പറയുന്നത്? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പം യേശു നശിച്ചോട്ടെന്ന്. സ്തോത്രം, അതല്ലേ എൻ്റെ അർത്ഥം. യേശു അവിടെ കിടന്നുറങ്ങുക. അപ്പോൾ മുമ്പേ ആര് വെള്ളത്തിൽ പോകണം? ഉറങ്ങിക്കിടക്കുന്നവ വെള്ളത്തിൽ പോകണം. അങ്ങനെയാണെങ്കിൽ യേശുവിനെക്കുറിച്ച് അവർക്ക് വിചാരമില്ല, തങ്ങളെക്കുറിച്ചാണ് വിചാരം. ഞങ്ങൾ നശിച്ചു പോകുന്നത്, സ്തോത്രം, ഞങ്ങൾ നശിച്ചു പോകുന്നത്, ഞാൻ നശിച്ചു പോകുന്നത്, എൻ്റെ വീട്ടുകാർ നശിച്ചു പോകുന്നത്, സ്തോത്രം, നിനക്ക് അറിയത്തില്ലയോ? ഞങ്ങളെ രക്ഷിച്ചുകൂടെ? സ്തോത്രം, ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ഞങ്ങൾ, എൻ്റെ എന്നയാ അപ്പോൾ നീ ചിന്തിക്കാൻ തുടങ്ങി, അന്ന് മുതൽ നിനക്ക് പരാജയം വരാൻ തുടങ്ങിയത്. ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറഞ്ഞ് സകലത്തിനും ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക്. കുറഞ്ഞു പോകത്തില്ല, ഒട്ടും കുറയത്തില്ല. ആരെങ്കിലും കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ സർവശക്തൻ കുറയ്ക്കാൻ സമ്മതിക്കത്തില്ല. അവൻ നിറഞ്ഞ് കവിയുമാറാക്കുന്ന നന്മ കൊണ്ട് നിറയ്ക്കുന്നവനാ. സ്തോത്രം, യേശുവിന് മനസ്സിലായി, സ്തോത്രം, യവന്മാർ രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നെ ശല്യം ചെയ്യുന്നതെന്ന്. സ്തോത്രം, യേശു ഉണർന്നെഴുന്നേറ്റ്, സ്തോത്രം, അപ്പോഴും തിരമാലയുണ്ട്, കാറ്റുണ്ട്, സ്തോത്രം, പക്ഷെ പടക് മുങ്ങുന്നില്ല. സ്തോത്രം, ഇന്ന് രാത്രികാലം പറയട്ടെ, നിൻ്റെ വിശ്വാസമാകുന്ന പടകിൽ എത്ര കാറ്റടിച്ചാലും തിരമാല അടിച്ചാലും നീ തകർന്നു പോകാതെ ഇരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? സർവശക്തനായ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാ. ഒരു കാറ്റിനും നിന്നെ മുക്കാൻ പറ്റത്തില്ല, ഒരു കാറ്റിനും നിന്നെ തകർക്കാൻ പറ്റത്തില്ല, ഒരു തിരമാലയ്ക്ക് നിന്നെ മുക്കാൻ പറ്റത്തില്ല. കാരണം നീ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരത്തിലാണെന്ന് വിശ്വസിക്കുക. അതുകൊണ്ടാ, അല്ല നിന്റെ പുണ്യപ്രവൃത്തി, നിന്റെ ശ്രേഷ്ഠത ഒന്നുമല്ല, കർത്താവ് തൻ്റെ കരങ്ങളിൽ നിന്നെ വഹിച്ചിരിക്കുന്നത് കൊണ്ടാ. കാറ്റും കടലും, സ്വത്രം, ആർത്തിരം വന്ന് കണ്ടപ്പോൾ കർത്താവ് ശാന്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, കാറ്റേ അടങ്ങാ, സ്തോത്രം, കടലേ ശാന്തമാകാ. സ്തോത്രം, നോക്ക്, ആ നേരം വരെയും കർത്താവിനെ തഴുകിപ്പോയ കാറ്റും കർത്താവിനെ പടകിനകത്ത് ഉറക്കിയ തിരമാലയും സ്തോത്രം ശാന്തമായി. സ്തോത്രം, ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, നിനക്കെതിരെ വീശുന്ന കൊടുങ്കാറ്റുകളുണ്ടല്ലോ, നിനക്കെതിരെ വീശുന്ന കൊടുങ്കാറ്റുകളുണ്ടല്ലോ, നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ പ്രതിസന്ധികളുണ്ടല്ലോ, അതിനെ അതിജീവിപ്പാൻ അവൻ നിനക്ക് കൃപ തരുമെന്നുള്ള വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരത്തിൽ നീ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. പാസ്റ്ററിലും വിശ്വാസിയിലും സഭയിലെ സെക്രട്ടറിയിലും ദേശത്തെ മന്ത്രിമാരിലും MLA-മാരിലും ഡോക്ടർമാരിലും അല്ല നീ ആശ്രയിക്കേണ്ടത്. സകലതും സൗജന്യമായി തരാമെന്ന് പറഞ്ഞ് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിച്ചിരുന്ന ഒരു കൂട്ടം അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു. സ്തോത്രം, അവർക്ക് ഒറ്റ ഒരു വ്യക്തിയെ ഭയമുണ്ടായിരുന്നുള്ളൂ, അത് പിശാചിനെയാണ്. സ്തോത്രം, കാരണം എന്തിനാ പിശാചിനെ ഭയപ്പെട്ടത്? എൻ്റെ കൊച്ചുങ്ങളെ അവൻ പിടിക്കും, അതുകൊണ്ട് കർത്താവേ, സ്തോത്രം, എൻ്റെ മക്കളെ നോക്കിക്കൊള്ളണേ എന്നുള്ളൊരു ഭയവും ഭാരവും അവൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ പിശാച് ആരെയെങ്കിലും കടന്നു പിടിച്ച അപ്പച്ചൻ അടങ്ങിയിരിക്കത്തില്ല, അമ്മച്ചി അടങ്ങിയിരിക്കത്തില്ല, അങ്ങ് മുഴങ്കാലിരിക്കും. മുഴങ്കാലിന് മാറ് പിശാച് എന്ന് പറയുമ്പോൾ ആ പിശാച് വിട്ടുപോവുകയും ചെയ്യുമായിരുന്നു. സ്തോത്രം, അവർ ദൈവത്തിൽ ആശ്രയിച്ചു, അവർ ദൈവത്തോട് കൂടെ നിന്നു, അവർ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ആഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, പിശാചിനെ തല തകർത്ത സർവശക്തനായ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെടുകയില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും
നശിച്ചു പോകത്തില്ല എന്ന് ആ പിതാവിനും മാതാവിനും ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു. എന്നാൽ ഈ കാലഘട്ടം നാം ഒന്നെടുത്ത് പഠിക്കണം. സ്തോത്രം. ഒരൊറ്റ വ്യക്തികൾക്കും പൂർണ്ണമായുള്ളൊരു വിശ്വാസം ദൈവത്തിലില്ല. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്നത്. കാരണം ഈ അവസാന കാലഘട്ടത്തിൽ വിശ്വാസി ആരാ അവിശ്വാസി ആരാന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമുക്ക് കാറ്റും കടലും ശാന്തമായപ്പോൾ സ്തോത്രം ശിഷ്യന്മാർക്ക് ഒന്നുകൂടി ഉറപ്പായി ഞങ്ങളുടെ കൂടെ ഉള്ളത് ദൈവം തന്നെയാണ്, ഞങ്ങളുടെ കൂടെ ഉള്ളത് യേശു കർത്താവ് തന്നെയാണ്. നമുക്ക് പലപ്പോഴും ശിഷ്യന്മാരിൽ കയറി വന്ന അവിശ്വാസമുണ്ട്. സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? കൂടെ അവർ ക്രിസ്തുവിൽ നിന്ന് നോട്ടം മാറ്റി ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വചനത്തെ മറന്ന് ലോകത്തിലേക്ക് നോക്കുക പതിവായിരുന്നു. ഇന്നും ഉണ്ട് അങ്ങനെയുള്ള ജീവിതങ്ങൾ. സ്തോത്രം. സ്റ്റേജിൽ നിന്ന് ശക്തമായി പ്രസംഗിക്കും, സ്റ്റേജ് ഇടിച്ചിളക്കി പ്രസംഗിക്കും. ആ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ വിശ്വാസം പോയി, പ്രത്യാശയും പോയി, സ്നേഹം. ഇങ്ങനെ കുറേ കള്ളന്മാർ ഈ പെന്തിക്കോസ് കോളത്തിനകത്ത് ഇപ്പം വെളിപ്പെട്ടിട്ടുണ്ട്. സ്വത്രം. കാര്യം കാണാനും കാശ് സമ്പാദിക്കാനും വീട് വെക്കാനും വണ്ടി വാങ്ങാനും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒരുപാട് പേരുണ്ട് ഇപ്പം. അതിൻ്റെ പുറവിലാണ് ഇപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരാ പറയുന്നത് തുള്ളണം, ചാടണം, ഓടണം, ഇരിക്കണം, എഴുന്നേക്കണം, പിന്നെ എന്ത് ചെയ്യണം, പിന്നെ തുപ്പണം, പിന്നെ തേക്കണം എന്നൊക്കെ പറയുന്നത്. സ്വത്രം. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നതൊന്നും അവർ പറയാറില്ല. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ വാക്കെടുത്ത് വെച്ചിട്ട് അതിനെ പിടിച്ചോടങ്ങ് തുടങ്ങുക. സ്വത്രം. ഇതിൻ്റെ പുറകെ പോയി ഇപ്പം ജനമെല്ലാം പഴയ അപ്പച്ചന്മാരിൽ പലരും ഇപ്പം ആരായി മാറി? ന്യൂജനായി മാറി. അപ്പം അന്ന് നല്ല മുണ്ടെടുത്തോണ്ട് വന്ന അപ്പച്ചനും ഇപ്പോൾ അരപ്പാവട ഇട്ടുകൊണ്ട് വന്നേക്കുക. സ്വത്രം. കാലം മാറി. ദൈവത്തിൻ്റെ വചനത്തിന് വിലയില്ലാതെ വന്നു. കുറേ വ്യക്തികൾ കയറി ദൈവത്തിൻ്റെ വചനത്തെ കോട്ടി വളച്ച് അവരിഷ്ടത്തിനാക്കി മാറ്റി. ഇപ്പോൾ ദൈവിക ജ്ഞാനം പോയി മനുഷ്യൻ വഷളത്വത്തിലേക്ക് നീങ്ങി. ഇപ്പോൾ ദൈവപ്രവൃത്തിക്ക് പകരം ലോകത്തിൻ്റെ മോഹങ്ങൾക്കധീനരായി മനുഷ്യൻ മാറ്റപ്പെടുമ്പോൾ ഇതാ കാറ്റും കടലും ശാന്തമാകുന്ന കണ്ട് ശിഷ്യന്മാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. സ്തോത്രം. അവർ പടക് അക്കരെ എത്തി. അവർ ചെന്നിറങ്ങിയത് ഗന്നസരത്ത് എന്ന് പറഞ്ഞ തീരത്താ. സ്തോത്രം. ആ തീരത്ത് ചെല്ലുമ്പോൾ സ്തോത്രം, സാധാരണ യേശു കർത്താവ് ചെല്ലുന്നിടത്തൊക്കെ സ്തോത്രം സ്വീകരിപ്പാൻ ചിലരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ സ്വീകരിക്കാൻ വന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ വ്യക്തിയാണ്. അതാരാണെന്നാണ് നമ്മൾ വായിച്ച് കേട്ടത്. സ്തോത്രം. ഒരു ഭൂതം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ. സ്വത്രം. ഒരു ഭൂതം ബാധിച്ച ചെറുപ്പക്കാരൻ. അവൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഭൂതമാണെന്ന് പറയത്തില്ല, പക്ഷേ അവൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇവൻ ഭൂതഗ്രസ്തനാണെന്ന് മനസ്സിലാക്കുന്നത്. അവൻ്റെ വാക്കെന്തു വരുന്നു? സ്വത്രം. ദാവീദ് പുത്ര, അങ്ങനല്ലേ പറയുന്നേ? യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. എന്തോ ഒരു പ്രശംസയോടെ ഉള്ള വാക്കാണ്. ചിന്തിച്ചു നോക്ക്. ശരിയല്ലേ? അപ്പം അവന് വല്ല കുഴപ്പമുണ്ടോ? സ്വത്രം. അവനൊരു കുഴപ്പമില്ല. ഇങ്ങനെ പിയായിക്കളും സ്വത്രം യേശുവിൻ്റെ പേര് പറഞ്ഞ് എന്തൊക്കെ ഒപ്പിക്കാമോ അതെല്ലാം ഒപ്പിക്കും. അവസാനം തോക്കുമ്പം പറയും പിയാ എന്നെ കൊണ്ട് ചെയ്യിച്ചെന്ന് പറയും. സ്വത്രം. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ പെന്തക്കോസ്ത് ഗോളം. സ്വത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ആ ഭൂതഗ്രസ്തൻ വിളിക്കുന്നൊരു വാക്കാണ് യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. സ്വത്രം. അടുത്ത വാക്ക് ശ്രദ്ധിക്കണമേ. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സ്വത്രം. അപ്പം മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, ഞാനും നീയും തങ്ങൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ, പിന്നെ എന്നത്തിനാ ഞാൻ ഈ പാർക്കുന്ന ഇടത്തേക്ക് വന്നെന്ന് അവൻ ചോദിക്കുന്നത്. സ്വത്രം. സ്വത്രം. ഇന്നും ഇതുപോലെ കുറേ പിയായിക്കളുണ്ട്. സ്വത്രം. മിണ്ടാതെ നടക്കും, തലകുനിച്ച് നടക്കും. ചില സമയത്ത് ഈ പാമ്പ് പത്തി പൊക്കുന്നുവെന്ന് പറഞ്ഞ് ചീറ്റിക്കൊണ്ട് പൊങ്ങിട്ട് നിന്നെ വെട്ടും, നിന്നെ തിന്നും, നിന്നെ കൊല്ലും, ഞാൻ നിന്നെ വെച്ചേക്കത്തില്ല, ഞാൻ നിന്നെ നശിപ്പിക്കും. അപ്പോൾ ഓർത്തോണം, ഇവൻ ആര് ബാധിച്ചവനാ? ലഗ്ഗവും ബാധിച്ചവനാ. സ്വത്രം. ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, വെട്ടാനും കൊല്ലാനും തിന്നാനും നിൻ്റെ നേരെ വാളുമെടുത്തുകൊണ്ട് വരുന്നത് ആരാന്നോർത്തോണം?
ലഗ്യോം ബാധിച്ചവനാ. അത് കണ്ടിട്ട് നീ ഓടരുത്, പകരം യേശുവിനെ പിശാച് എന്ന് പറഞ്ഞാൽ മതി, അവൻ അവിടെ വീഴും. അത് പറയാൻ ധൈര്യമില്ല, അത് പറയാൻ കർത്താവിലുള്ള വിശ്വാസമില്ല. അതുകൊണ്ട് കണ്ടം വഴി ഓടും ആ രൂദേശി. സ്തോത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നേരമാകുന്നതിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കാനായി നീ വന്നോ? സ്തോത്രം. എൻ്റെ ദൈവത്തിന് ഏത് സമയത്തും പ്രവർത്തിപ്പാൻ കഴിയും. എൻ്റെ ദൈവത്തിന് ഏതു നേരത്തിലും പ്രവർത്തിപ്പാൻ കഴിയും. അവൻ പറയുകയാണ്, കുറച്ച് കാലം കൂടി ഞാൻ ഇവൻ്റെ കൂടെ ഇരിക്കുമായിരുന്നല്ലോ, പക്ഷെ നീ ഇപ്പോഴെന്തിനാ വന്നത്? സ്തോത്രം. യേശുവിന് മനസ്സിലായി, ഇവൻ സാധാരണ വ്യക്തിയല്ല, ഇവൻ സകലതും അറിയാവുന്നവനാ. സ്തോത്രം, സ്തോത്രം. പക്ഷേ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ശരീരം മുറിഞ്ഞ് കീറി വല്ലാത്ത ഒരു രൂപസാദൃശ്യം കണ്ടപ്പോൾ കർത്താവിന് അവനോട് മനസ്സലിവ് തോന്നിയിട്ട് പറയാ, പിശാചെ ഇവനെ വിട്ടു പോ. സ്തോത്രം. പിശാചെ ഇവനെ വിട്ടു പോ. സ്തോത്രം. ആ സമയത്ത് പോകാതിരിപ്പാൻ വയ്യാത്തത് കൊണ്ട്, സ്തോത്രം, അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ അങ്ങോട്ടേക്ക് അയക്കല്ലേ, ഈ പന്നിക്കൂട്ടങ്ങളുടെ മേളിലേക്ക് എന്നെ അയക്കണമേ. സ്തോത്രം. അപ്പം ഈ പിയായിനും എന്തോ ഉണ്ട്? ബോധമുണ്ട്. പിയായിനും തിരിച്ചറിവുണ്ട്. സ്തോത്രം. പിന്നെ തിരിച്ചറിവില്ലാത്ത ആരാ? ഈ ഇരുകാലി മൃഗമായ മനുഷ്യനാ തിരിച്ചറിവില്ലാത്തത്. സ്തോത്രം. അവൻ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടോ അതെല്ലാം കാണിച്ചു കൂട്ടുക. സ്തോത്രം. ദൈവം ഇട്ടറിയുന്നു അതുമില്ല. സ്തോത്രം. ആ പിശാച് പറയുകയാണ്, എന്നെ ആ പന്നിക്കൂട്ടങ്ങളുടെ നടുവിലേക്ക് അയക്കണമേ. സ്തോത്രം. അതിന് അവൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും കർത്താവ് എതിര് പറഞ്ഞോ? ഇല്ല. എന്താ എതിര് പറയാഞ്ഞത്? സ്തോത്രം. അവൻ്റെ ആഗ്രഹമല്ലേ, അതങ്ങനെ അങ്ങ് നടക്കട്ടെ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയും, നിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്തോ അതങ്ങനെ തന്നെ സംഭവിക്കും. സ്തോത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ആ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് എന്നെ അയക്കണമേ. എന്നാൽ ലഗ്യോൻ ബാധിച്ച ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ, സ്തോത്രം, യേശു കർത്താവ് പറഞ്ഞ്, അങ്ങനെയെങ്കിൽ നീ അങ്ങോട്ട് തന്നെ പൊയ്ക്കോ. സ്തോത്രം. അവൻ നിന്ന്, ആ ചെറുപ്പക്കാരിൽ നിന്ന് ആ ഭൂതം വിട്ടുപോയി. സ്തോത്രം. ഒരൊറ്റ വാക്കേ പറഞ്ഞോളൂ. സ്തോത്രം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഭൂതത്തെ ഇറക്കുന്നത്. സ്തോത്രം. ചിലരെന്തൊക്കെ പറഞ്ഞിട്ടാണെന്നറിയോ ഭൂതത്തെ ഇറക്കുന്നത്? ചിലരാണെങ്കിൽ മുളവടി എടുത്തടിക്കും, ചിലർ ചൂലെടുത്തടിക്കും. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, പോ പിശാചെന്നും പറഞ്ഞ് വായി തുപ്പി ഒഴിക്കുന്നതുണ്ട്. സ്തോത്രം. അങ്ങനെ വരെയും ഭൂതത്തെ ഇറക്കുന്ന കണ്ട ഒരാളാണ് ഞാൻ. സ്തോത്രം. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞത് അവനെ വിട്ടുപോ എന്നാ പറഞ്ഞു. സ്തോത്രം. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, കൃപയുണ്ടെങ്കിൽ ഭൂതം വിട്ടുപോകും. നിൻ്റെ മേൽ കൃപയുണ്ടെങ്കിൽ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, രോഗം മാറിപ്പോകും. നിൻ്റെ മേൽ കൃപയുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ ദൈവമഹത്വം വെളിപ്പെടും. നിന്നോട് കൂടെ ദൈവമുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. പക്ഷേ നിൻ്റെ കൂടെ ദൈവം ഉള്ളിടത്തോളം കാലം എപ്പോഴും നിനക്ക് പോരാട്ടമുണ്ടായിരിക്കും. എപ്പോഴും നിൻ്റെ ശത്രു നിൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കും. എവിടെ നിന്നെ വെച്ച് പിടിച്ച് തകർക്കാമോ അവളുടെ പദ്ധതി ഒരുക്കി നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത് തിരിച്ചറിഞ്ഞിട്ട് കൃപയിൽ നീ നിൽക്കണം. സ്തോത്രം. അങ്ങനെ കൃപയിൽ നിന്നാൽ വചനം പറയുന്ന പ്രകാരം ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. സ്തോത്രം. എന്നാൽ ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടത്തിലെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ മാറി മറിയുക. എന്നാൽ ഏത് സാഹചര്യത്തിലും മാറാത്തവനായ ക്രിസ്തു നിൻ്റെ കൂടെ ഇരിക്കും. സ്തോത്രം. അതുകൊണ്ട് കർത്താവിനെ വിട്ടേച്ച് നീ പോകാതെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നോക്ക്, പിന്നെ അവനെ ബാധിച്ചിരുന്ന ഭൂതം പന്നിയുടെ മേൽ കയറിയപ്പോൾ ആ പന്നികളെല്ലാം കൂടെ കടുംതൂക്കത്തോടെ ചെന്ന് കടലിൽ ചാടിച്ചത്തു. സ്തോത്രം. നോക്ക്, 6000 ഭൂതം.
കുറേ നാളായിട്ട് അവനെ വലിഞ്ഞു മുറുക്കി വെച്ചിരുന്ന ആ ഭൂതം വിട്ടുപോയപ്പോൾ അവൻ സൗഖ്യമായി. ആ ഭൂതം 6000 പന്നികളെ കൊന്നു. സ്വത്രം. ആ ഭൂതം ബാധിച്ചവൻ സ്വതന്ത്രനായി. എന്നാൽ പറയട്ടെ, ആ പന്നികൾ ചത്തപ്പാടെ ഒരു കൂട്ടം ജനം ആ ദേശത്ത് എഴുന്നേറ്റു. സ്തോത്രം. നീ എന്തിനിവിടെ വന്നു? ഈ കടൽക്കര നീ എന്തിനു വന്നു? ഈ ദേശം വിട്ടു പോകണം. സ്തോത്രം. നോക്ക്, ഇതാണ് ഇന്നത്തെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂതം ബാധിച്ചവൻ സൗഖ്യമായതല്ല അവർക്ക് വലുത്, രോഗം ബാധിച്ചവൻ രോഗസൗഖ്യം വന്നല്ല അവർക്ക് വലുത്. സ്തോത്രം. സാമ്പത്തികമായി തകർന്നു കിടന്നവൻ സാമ്പത്തികം മെച്ചപ്പെട്ടല്ല അവർക്ക് വലുത്. വിദ്യാഭ്യാസപരമായി പിന്നോട്ട് കടന്നവനെ മുന്നോട്ട് കൈപിടിച്ച് ഉയർത്തല്ല അവർക്ക് പ്രശ്നം. സ്വത്രം. പിന്നെന്താ? നീ അവനെ ആര് രക്ഷപ്പെടുത്താൻ? നീ ആരവനെ രക്ഷപ്പെടുത്താൻ? നീ പോണം ഈ ദേശത്തു നിന്ന്. സ്വത്രം. ആരാ പറഞ്ഞത്? പന്നിയുടെ മുതലാളിമാർ, പന്നിയുടെ ഉടയവന്മാർ പറയുകയാണ്, യേശുവേ, ഈ ദേശത്ത് നിന്നെ കണ്ടുപോകരുത്. സ്വത്രം. എന്ത് ചെയ്ത് യേശു? എന്താ ചെയ്തത്? കുറേ വർഷങ്ങളായി ഭൂതം ബാധിച്ച് 6000 ഭൂതത്താൽ പിടിക്കപ്പെട്ട് ഞരങ്ങി ദേഹം മുഴുവനും കീറി മുറിച്ച് സ്വയം തൻ്റെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് കല്ലറകളിൽ കിടന്ന ആ പാപം മനുഷ്യനെ സൗഖ്യമാക്കിയത് വിഷയം. സ്വത്രം. ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, നിൻ്റെ കൂടെ ദൈവമുള്ളിടത്തോളം കാലം നിനക്ക് ശത്രു നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നാൽ പറയട്ടെ, യേശു കർത്താവ് ആ വാക്ക് കേട്ടിട്ട് സ്വത്രം അവരോട് മറുത്തൊന്നും പറഞ്ഞില്ല. കാരണം യേശു കർത്താവ് വന്ന ശുശ്രൂഷ തികച്ചെടുത്തു. ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു തൻ്റെ വഴിക്ക് പോയി. സ്തോത്രം. എന്നാൽ ലഗ്യോൻ ബാധിച്ചവനോ സൗഖ്യം വന്ന് അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ നിനക്ക് ലഭിക്കുന്ന സമയം ഒന്നും നീ പാഴാക്കി കളയരുത്. ലോകം പറയുന്ന വാക്ക് കേട്ട് അതുപ്രകാരം നിൻ്റെ ആരാധന കുറയ്ക്കരുത്. സ്തോത്രം. മനുഷ്യർ പറയുന്ന വാക്ക് കേട്ട് നിൻ്റെ പ്രാർത്ഥന കുറയ്ക്കരുത്. സ്തോത്രം. മറ്റുള്ളവർ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് അതിനെ നോക്കി ന്യായം വിധിക്കാൻ നിൽക്കാതെ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അത് പ്രകാരം നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചും മുന്നേറുവാൻ തയ്യാറാകുമെങ്കിൽ ഒരു ശത്രുവും നിന്നെ ജയിപ്പാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. വചനം ഇങ്ങനെ പറയുന്നു, പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ചിന്തിച്ച് ഊടാടി സഞ്ചരിക്കുമ്പോൾ പിശാചിൻ്റെ കരങ്ങളിൽപ്പെട്ട് തകർന്നു പോകാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവവാദപ്പെടുത്തിൽ മുഴങ്കാലും അടക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ നിനക്ക് അധികാരം തരും. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, കാറ്റും കടലും തങ്ങളെ തകർക്കുവാൻ പദ്ധതിയിട്ടെങ്കിൽ ആ പടകിനകത്തിരുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യം ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി തൻ്റെ ശിഷ്യന്മാർക്ക് ആശ്വാസം പകർന്നു കൊടുത്തെങ്കിൽ ആ ലഗ്യോൻ ബാധിച്ച സഹോദരന്മേൽ പകരപ്പെട്ടിരുന്ന പൈശാചിക ശക്തിയെ സ്വർഗം അഴിച്ചുവിട്ടെങ്കിൽ ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, നാളുകളായി നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും നിൻ്റെ കുടുംബത്തെയും തകർക്കുമെന്ന് പറഞ്ഞ് വാദിച്ച് എഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന പൈശാചിക പോരുകളെ ജയിപ്പാൻ തക്കവണ്ണം സ്വർഗം നിന്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടല്ലോ, അത് പ്രാപിച്ച നീ അടങ്ങിയിരിക്കരുത്. സ്തോത്രം. നീ മുഴങ്കാലിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. മനുഷ്യർ പലരും നിന്നെ കുറ്റം വിധിക്കുന്നുണ്ടാകും. നിൻ്റെ ബന്ധുക്കാരും ചാർച്ചക്കാരും പിതൃഭവനക്കാരും നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അതൊന്നുമല്ല നീ നോക്കേണ്ടത്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ ഭാരങ്ങളെ അവൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും ഒരു ആഭിചാര മണ്ഡലങ്ങൾക്കും ഒരു വിളിച്ചുനിർത്തണ മണ്ഡലങ്ങൾക്കും നിന്നെയോ നിന്റെ കുടുംബത്തെയോ തകർക്കുവാൻ കഴിയാത്തവണ്ണം സർവശക്തനായ ദൈവം തൻ്റെ ദൂതഗണത്തെ കൊണ്ട് നിനക്ക് കാവലയക്കും. സ്തോത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങൾ നിന്റെ മേൽ കടന്നു വരുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. പൈശാചികം നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ദേശാധിപതി ശക്തികൾ നിന്റെ കുടുംബം തകർന്നു പോകുവാൻ കളമൊരുക്കുമ്പോൾ അതിനെ നടുവിൽ നിന്ന് രക്ഷിപ്പാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. മനുഷ്യൻ പറയുന്ന വാക്കുകളല്ല കേൾക്കേണ്ടത്. സ്തോത്രം. മനുഷ്യൻ തൻ്റെ ബുദ്ധിക്കും
മനുഷ്യൻ തൻ്റെ കഴിവിനുമനുസരിച്ച് പലതും പറയും. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അത് പ്രകാരം നീ നിൽക്കാൻ തയ്യാറായാൽ ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം അത് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ഒരു കാലത്ത് നീ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും ഒക്കെ നീ ഓർത്തു നോക്ക്. എന്നാൽ അക്കാലത്ത് നിനക്കാരും സഹായമില്ലായിരുന്നു. എന്നാൽ നീ യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയും നീ കണ്ടിട്ടില്ലാത്ത വഴിയിൽ നീ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ തന്ന് നിന്നെ മാനിപ്പാൻ സർവശക്തനായ ദൈവത്തിന് മനസ്സലിവ് തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രിക്കാലം പറട്ടെ, അല്പകാലം കൂടി നിനക്ക് കഷ്ടമുള്ളെന്ന് നീ വിശ്വസിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദിവസങ്ങൾ അധികം വിദൂരമല്ലെന്ന് വിശ്വസിക്കുക. വചനം പറയുന്നത് നിന്റെ പാപം എത്ര കടുംചുവപ്പായാലും അതിന് ഹിമം പോലെ ഞാൻ വെളുപ്പിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവപാദപീഠത്തിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അതുരിഘടക ക്ഷൈടബാലവ. ദേശത്തൊരനർത്ഥം വരുമ്പോൾ, വ്യക്തികൾക്കൊരനർത്ഥം വരുമ്പോൾ, കുടുംബത്തിനകത്തൊരു തകർച്ച വരുമ്പോൾ നീ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടണ്ട. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കി ദൈവമുഖത്തേക്ക് നോക്കി കരയാൻ തയ്യാറുണ്ടെങ്കിൽ എത്ര വലിയ പ്രതികൂലമായാലും എത്ര പർവ്വതസമമായ പ്രശ്നമായാലും അതിനെ സമഭൂമിയാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവ് നിൻ്റെ അടുക്കലേക്ക് വരും. നാത്തുടെ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന് തീയുടെ നടുവിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ശദ്രക്കെ മെശക്കെ അബേന്ദ്രഗോവേ, നിങ്ങൾ നോക്കിയത് എൻ്റെ മുഖത്തായതുകൊണ്ട് ഈ രാജാവിൻ്റെ തീക്ക് നിങ്ങളെ കെടുത്തിക്കളയാൻ കഴിയത്തില്ലെന്ന് രാജാവ് കാണട്ടെ എന്ന് പറഞ്ഞ് തീയുടെ നടുവിൽ 4-ാമനായി വെളിപ്പെട്ട കർത്താവിൻ്റെ സ്നേഹമുണ്ടല്ലോ, അത് നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിക്ക്. സിംഹക്കൂട്ടിനകത്ത് വിശന്ന് പ്രാവോറി കിടക്കുന്ന സിംഹത്തിൻ്റെ മുന്നിലേക്ക് വീഴുമ്പോൾ വായടച്ചുകൊണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്ന സ്വഭാവത്തിൽ സിംഹം കണ്ണും തുറന്ന് അത്ഭുതം കാണുന്ന പോലെ നിന്നതുപോലെ നിന്നെ കാണുന്നവർ നിന്നെ കടിച്ചു കീറുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ നീ തല ഉയർത്തി നിൽക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്ക്. ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ തള്ളിക്കളയുകയില്ല. ലോകം തള്ളിയാലും തള്ളാത്തവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്ക്. ഇന്ന് രാത്രികാലം നമ്മുടെ വിശ്വാസം എവിടെയാ? ക്രിസ്തുവിലാണോ അതോ ലോകത്തിലാണോ? ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ വചനം പറയുന്ന പ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ലോകം മുഴുവൻ നിനക്കെതിര് നിന്നാലും സർവശക്തനായ ദൈവം വെളിപ്പെടുമ്പോൾ ഈ ലോകം മുഴുവൻ നിനക്ക് അനുകൂലമായി മാറും. സ്തോത്രം. നീ നിൻ്റെ കുഞ്ഞിനെ ഓർത്താണോ കരയുന്നത്? നിൻ്റെ കൂട്ടാളി ഓർത്താണോ കരയുന്നത്? സാമ്പത്തിക ശൂന്യത കണ്ടിട്ടാണോ കരയുന്നത്? മുൻപോട്ട് കടന്നു പോകാൻ കഴിയാത്ത പ്രതിസന്ധികൾ നിന്നെ വരിഞ്ഞു മുറുക്കുന്ന കണ്ടാണോ നീ കരയുന്നത്? എന്നാൽ ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചു വന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, നീ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, നിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കാൻ മുഴങ്കാലും അടക്കുന്നത് നിന്നെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, കുഞ്ഞ് ഇന്ന് രാത്രികാലം വ്യക്തവും സത്യമായി പറയട്ടെ, കർത്താവ് നിന്നെ ഉയർത്തും, കർത്താവ് മാനിക്കും, കർത്താവ് നിന്നെ ദേശത്തിൻ്റെ മധ്യത്തിൽ നിന്നെ നിന്ന മാറ്റും, നിൻ്റെ എല്ലാ കഷ്ടങ്ങൾക്കും പരിഹാരമായി സർവശക്തൻ ഇറങ്ങി വരും. സ്തോത്രം. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ സ്തോത്രം, എലീശാ പറയുന്നത് നിങ്ങൾ ഭയപ്പെടണ്ട, സ്തോത്രം, നാളെ ഈ നേരത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. സ്തോത്രം. അത് കേട്ടു നിന്ന രാജാവിൻ്റെ അകമ്പടി നായകൻ പറയുക, ആകാശത്തിലെ കിളിവാതിൽ തുറന്നാലും ഈ ജനത്തിന് കൊടുക്കുവാനുള്ള ഭക്ഷണം ലഭിക്കുകയില്ല. വെറുതെ പ്രവാചകനെ ജനത്തെ മോഹിപ്പിക്കാതെ നിൻ്റെ വായടയ്ക്കുക. സ്തോത്രം. ഇന്ന് രാത്രിക്ക് പറയട്ടെ, എൻ്റെ ദൈവം അരുളി ചെയ്താൽ, എൻ്റെ ദൈവം അരുളി ചെയ്താൽ, എൻ്റെ ദൈവം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഇന്ന് രാത്രികാലം നിൻ്റെ തീരുമാനം ഉറപ്പുള്ളതാണെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന
നിൻ്റെ ആഗ്രഹത്തെ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ജനം മുഴുവനും വലഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം ഏലിശയോട് പറഞ്ഞതാ, നാളെ എൻ്റെ ജനത്തിന് ഞാൻ ആഹാരം കൊടുക്കുമെന്ന്. സ്തോത്രം. അത് ദൈവം നിവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, പ്രതിസന്ധിയും പ്രതികൂലവും പ്രയാസവും ഒറ്റപ്പെടലും വന്ന് ഇനി എവിടെ ആരാധിക്കും, ഇനി എങ്ങനെ ആരാധിക്കും, ആര് വരും ആരാധിക്കുവാൻ, എന്തു ചെയ്യുമെന്ന് ചോദിച്ച് നീ നിലവിളിച്ച സ്ഥാനത്ത് ഈ ദേശത്തിൻ്റെ എല്ലാ വാതിലുകളും ഒരുപോലെ അടഞ്ഞപ്പോൾ എല്ലാ കണ്ണുകളും ഇറുക്കി അടച്ച് കണ്ടില്ല എന്ന് പറഞ്ഞ് കൈയടിച്ച് ചിരിക്കാൻ വേണ്ടി കാത്തു നിന്ന സ്ഥാനത്ത് നിനക്കും എനിക്കും വേണ്ടി സർവശക്തനായ ദൈവം ഒരാലയം ഒരുക്കി തന്നെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, നീ കാണാത്ത വലിയ നന്മകൾ, നീ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ നന്മകൾ നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദൈവ മഹത്വത്തിലേക്ക് നീ നിന്റെ കുഞ്ഞുങ്ങളും കടന്നു വരുന്ന ദിവസങ്ങളധികം വിദൂരമല്ലെന്ന് വിശ്വസിച്ചിട്ട് എല്ലാ കഷ്ടതയുടെ നടുവിലും പൂർണ്ണ മഹത്വം ദൈവത്തിന് കൊടുക്ക്. സർവശക്തൻ നിന്നെ മാനിക്കാതെ വിടുകയില്ല. ലോകം മുഴുവനും എതിര് നിന്നാലും എലീശ പറയ, ഗേഹസിയേ, നീ കാണുന്നത് ശത്രു സൈന്യത്തെയാ, എന്നാൽ ഞാൻ കാണുന്നത് അവനേക്കാൾ വലിയ ദൈവത്തിന്റെ സേനയാ. ഇന്ന് രാത്രികാലം കുഞ്ഞേ, നീ കാണേണ്ടത് ശത്രുവിനെ അല്ല, നീ കാണേണ്ടത് ദൈവത്തെയാ. നീ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാ. ആ ദൈവം നിനക്ക് നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ഇരിക്കയില്ല. ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ് സർവശക്തൻ തന്റെ പ്രവൃത്തിയുമായി വെളിപ്പെട്ടു വരും. അതിനെ തടുക്കുവാൻ ഒരു മന്ത്രവാദിക്കോ ഒരു ശകുനവാദിക്കോ ഒരു ദേശത്തിലെ ഒരു പ്രമാണിക്കോ ഇല്ലെങ്കിൽ ദേശത്തിലെ മറ്റേതെങ്കിലും വ്യക്തിക്കോ കഴിയത്തില്ല. കാരണം നീ സേവിക്കുന്ന ദൈവം പൊട്ടനും പോഷനുമൊന്നുമല്ല. നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണ് മങ്ങി കാണാതെ കണ്ണ് മങ്ങിട്ടില്ല, കേൾക്കാൻ കഴിയാതെ ചെവി മന്ദമായിട്ടില്ല. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി വെളിപ്പെടും. നീ ഉയർച്ച പ്രാപിക്കും. നീ താണു പോകും, നീ തകർന്നു പോകും, നീ ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് വാദിച്ചു വെല്ലുവിളിച്ച് ദേശത്ത് നിന്ന് ഞെരുക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് പിശാചു വാടകോരുമ്പോൾ അത് കണ്ടിട്ട് ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. കർത്താവേ, നിന്റെ മഹത്വം കാണാതെ നീ എന്നെ വിടല്ലേ എന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കിക്കേ. ആർത്തിരമ്പുന്ന ചെങ്കടൽ തങ്ങളെ തടുത്ത് നിർത്തുമ്പോൾ ശത്രു സൈന്യം പിന്നിൽ നിന്നുകൊണ്ട് വാളും പരിചയം രഥങ്ങളുമായി വന്ന് ഇസ്രായേൽ മക്കളെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ മോശയോട് സർവശക്തൻ പറഞ്ഞു, മോശേ, കടലിന് നേരെ നിന്റെ വടിയൊന്ന് നീട്ടുക. സ്തോത്രം. എന്തിനു വേണ്ടി എന്നറിയാമോ? വഴിയിൽ വെച്ച് നശിപ്പിച്ച് കളയാതെ വാഗ്ദത്ത നാട്ടിൽ തൻ്റെ ജനം എത്തണമെന്നുള്ള ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തേണ്ടതിന് ചെങ്കടലിനെ വിഭാഗിച്ച് തൻ്റെ ജനത്തെ അക്കരെ കടത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും ശത്രുക്കളുടെ നടുവിൽ മെശ്ശൊരുക്കുന്ന സർവശക്തനായ ദൈവം നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കേ. മറുകരയെത്തുമ്പോൾ അവരൊന്ന് കണ്ടു. സ്തോത്രം. പുറകിൽ ശത്രു സൈന്യം കടലിൽ താഴുന്നത്. ഇന്ന് രാത്രികാലം പറയട്ടെ, നീ ഉയർച്ച പ്രാപിക്കുമ്പോൾ നിനക്കെതിരെ വാടകോരിയ ശത്രു തകർന്നു വീഴുന്നു നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രതികാരം യഹോവയുടെ കരത്തിൽ കൊടുത്ത് നീ കണ്ണുനീരോടെ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ, ജയിപ്പാനുള്ള കൃപ നീ തരണമെന്ന് ദൈവത്തോട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞെ, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മാറി സന്തോഷത്തിന്റെ കാലങ്ങൾ സർവശക്തനായ ദൈവം നിനക്ക് തരും. വിശ്വാസത്തോടെ ദൈവത്തെ പിൻപറ്റ്. സ്തോത്രം. ചെറിയ ഞെരുക്കങ്ങൾ വരുമ്പോൾ, ചെറിയ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ശരീരാത്മതകൾ ചില രോഗങ്ങൾ കടന്നു പിടിക്കുമ്പോൾ, കലവറയ്ക്കകത്ത് ശൂന്യത വരുമ്പോൾ, അതൊന്നും ദൈവം അറിയാതെ അല്ലെന്ന് നീ വിശ്വസിച്ചിട്ട് മുഴുമഹത്വം ദൈവത്തിന് കൊടുക്ക്. നിൻ്റെ ജീവിതത്തിൽ നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. ഇത്ര നല്ല ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നിനക്കും എനിക്കും ഭാഗ്യം തന്ന സർവശക്തന് സകല മഹത്വം കൊടുത്തുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.